الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. നമുക്കിനി സൂറത്ത് യൂനുസിലെ 27-ാമത്തെ ആയത്ത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين كسبوا السيئات جزاء سيئة بمثلها وترهقهم ذلة ما لهم من الله من عاصم كأنما أغشيت وجوههم قطعا من الليل مظلما أولئك أصحاب النار هم فيها خالدون. والذين كسبوا السيئات തിന്മ സമ്പാദിച്ചവർ ജസാഉ സയ്യിഅത്തിൻ ആ തിന്മക്കുള്ള പ്രതിഫലം ബി മിസ്ലിഹ അതിന് തുല്യമായതായിരിക്കും. വതർഹഖുഹും അവരെ മൂടുന്നു ദില്ലത്തുൻ നിന്യത മാ ലഹും മിനല്ലാഹി അല്ലാഹുവിൽ നിന്ന് അവർക്ക് ഉണ്ടാവുകയില്ല മിൻ ആസിമിൻ ഒരു സംരക്ഷകൻ. കഅന്നമാ ഉഗ്ശിയത് വുജൂഹുഹും അവരുടെ മുഖങ്ങൾ പൊതിയപ്പെട്ടതുപോലെ ഉണ്ടാകും. ഖിതഅൻ മിനൽ ലൈലി മുദ്ലിമ ഇരുട്ടുള്ള ഒരു രാവിൻ്റെ കഷണം അവരുടെ മുഖം പൊതിഞ്ഞതുപോലിരിക്കും. ഉലൈക അസ്ഹാബുന്നാർ അവർ നരകത്തിൻ്റെ ആളുകളത്രേ. ഹും ഫീഹാ ഖാലിദൂൻ അവർ അവിടെ നിത്യവാസികളായിരിക്കും. അല്ലാഹ് നരകത്തിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാണ്. കഴിഞ്ഞ സൂക്തത്തിൽ വിശ്വാസികൾക്ക് ദാറുസ്സലാമിലേക്കുള്ള ക്ഷണം കിട്ടിയവർക്ക് നൽകുന്ന ആസ്വാദ്യതകളെ സംബന്ധിച്ച് അവർക്കുള്ള സമ്മാനത്തെക്കുറിച്ച് പ്രതിഫലത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. ഖുർആൻ്റെ ഒരു ശൈലി വിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞ ഉടനെ നിഷേധികളെ സംബന്ധിച്ച് പറയും. നരകത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഉടനെ സ്വർഗത്തെ സംബന്ധിച്ച് പറയും. അല്ലെങ്കിൽ സ്വർഗത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഉടനെ നരകത്തെ സംബന്ധിച്ച് പറയും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഷീർ എന്നും നദീർ എന്നും ഇത് രണ്ടും തന്നെയാണ് മുഖ്യമായ പ്രബോധന ആശയം. സ്വർഗത്തെ സംബന്ധിച്ച് പ്രലോഭിപ്പിക്കുക, നരകത്തെ സംബന്ധിച്ച് പേടിപ്പിക്കുക. ഇങ്ങനെ തന്നെയാണ് ആളുകളെ ദീനിലേക്ക് വിളിക്കേണ്ടതും ദീനിലുള്ളവരെ ദീനിനെ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തേണ്ടതും. ബാക്കിയൊക്കെ അതിൻ്റെ പിന്നിൽ വരുന്ന വിഷയങ്ങളാണ്. അപ്പോൾ മുഖ്യമായും നരകത്തിൽ നിന്ന് മുക്തി നേടി സ്വർഗത്തിൽ സ്ഥാനം കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ അജണ്ട. അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും അതനുസരിച്ച് ജീവിക്കാനും ഒക്കെയുള്ള ഒരു ബോധം ഒരറിവൊക്കെ ഉണ്ടാവും. ഇവിടെ പറഞ്ഞത് വല്ലദീന കസബു സയ്യിആത്തി സയ്യിഅത്ത് എന്നുള്ള പദത്തിൻ്റെ ബഹുവചനമാണ് സയ്യിഅത്ത് തിന്മ. ഖുർആൻ തിന്മയെ പല വിധത്തിൽ വ്യവഹരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇസ്മ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലയിടത്ത് സയ്യിഅത്ത്
എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അതേമാതിരി കദിബ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. അങ്ങനെ വിവിധങ്ങളായ പിന്നെയുണ്ടല്ലോ പദങ്ങൾ, ഈ തെറ്റിനെ സൂചിപ്പിക്കുന്ന പല പദങ്ങളും ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് സയ്യിഅത്ത്. ഈ സയ്യിഅത്തിനുള്ള ശിക്ഷ ജസാഉ സയ്യിഅത്തിൻ ബി മിസ്ലിഹ, അതിന് തുല്യമായതായിരിക്കും. അതിന് മുമ്പ് അത് പറയുന്നതിന് മുമ്പ് നമ്മൾ സൂറത്തു അൻആമിലെ 160 ആയത്ത് അതൊന്നും കൂടി നോക്കിയാൽ ഒന്ന് ഓർമ്മ പുതുക്കുന്നത് നല്ലതാണ്. പേജ് 150, 150 പേജിൽ 160 ആയത്ത്. മൻ ജാഅ ബിൽ ഹസനത്തി, നന്മയുമായി വന്നവൻ, നന്മയും കൊണ്ടുവന്നവൻ, ഫലഹു അവനുണ്ടാകും അശറു അംസാലിഹ 10 ഇരട്ടി പ്രതിഫലം. വമൻ ജാഅ ബിസയ്യിഅത്തി, തിന്മയും കൊണ്ടുവന്നവൻ, ഫലാ യുജ്സ അവന് ഫലം നൽകപ്പെടുകയില്ല ഇല്ലാ മിസ്ലഹ തുല്യമായിട്ടല്ലാതെ. വഹും ലാ യുളമൂൻ അന്യായം ചെയ്യപ്പെടുകയില്ല. വഹും ലാ യുളമൂൻ അവർ അന്യായം ചെയ്യപ്പെടുകയില്ല, അവരോട് അന്യായമുണ്ടാവുകയില്ല. അപ്പോൾ നന്മയും തിന്മയും തമ്മിലുള്ള വ്യത്യാസമാണത്. നന്മക്ക് അള്ളാഹു ധാരാളക്കണക്കിന്, ഇവിടെ 10 ഇരട്ടി എന്നാണ് പറഞ്ഞത്, 70 ഇരട്ടി, 700 ഇരട്ടി, ഒരുപക്ഷെ അതിലും കൂടുതൽ ഇരട്ടി അള്ളാഹു തആല പ്രതിഫലം നൽകും. എന്നാൽ തിന്മയുമായി ചെന്നവൻ അവൻ ചെയ്ത തിന്മക്ക് തുല്യമായ, അതിൽ കൂടുതലുണ്ടാവില്ല, അത് നീതിയുടെ താല്പര്യമാണ്, അത്തരത്തിൽ പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ നമ്മൾ ഓതി വെച്ച ആയത്തിൽ വല്ലദീന കസബു സയ്യിആത്ത്, അത് സയ്യിആത്ത് നേടിയവൻ ജസാഉ സയ്യിഅത്തിനുള്ള പ്രതിഫലം ബിമിസ്ലിഹ അതിന് തുല്യമായിട്ടുള്ളതാണ്. പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, നമ്മൾ വ്യക്തിപരമായി ഒരു തിന്മ അത് നിരന്തരമായി ചെയ്താൽ അതൊരു വൻദോഷമായി മാറും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണത്തിലൂടെ, ഞാൻ ചിലപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഒരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് താമസിച്ചിട്ട് ഒരു സ്ഥലത്ത് കമ്പടിച്ചിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും പറഞ്ഞു, എല്ലാവരും മരുഭൂമിയിൽ പോയിട്ട് വിറക് ശേഖരിക്കണം. മരുഭൂമിയിൽ വിറക് കിട്ടാൻ ഇത്തിരി പ്രയാസമാണ്. അപ്പം എന്നാലും അവർ നടന്ന് ചെറിയ ചെറിയ കമ്പും കൊള്ളിയും ചുള്ളലും ഒക്കെ പെറുക്കി കൊണ്ടുവന്നു. ഈ കമ്പും ചുള്ളിയും ചുള്ളലും ഒക്കെ എല്ലാവരും പെറുക്കിക്കൊണ്ടുവന്നിങ്ങനെ ഓരോരുത്തരും ഒരു കഷ്ണം 2 കഷ്ണം ഇങ്ങനെ അത് എല്ലാവരും കൂടി കൊടുന്ന് കൂട്ടി വെക്കുമ്പോൾ അത് വലിയ കൂമ്പാരായി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ബോധവൽക്കരിക്കുകയാണ്, ഇങ്ങനെയാണ് തിന്മ. ചെറുതാണെന്ന് വിചാരിച്ചിട്ട് നമ്മളതിനാണ് അവഗണിക്കും. പക്ഷെ അതിങ്ങനെ കുന്നുകൂടി വന്നാൽ അത് വലിയ കുറ്റമായി മാറും. അത് വളരെ ഗൗരവമായിട്ട് നമ്മൾ ഉൾക്കൊള്ളണം. അത് നമ്മൾ വ്യക്തിപരമായി തന്നെ നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടെ പെരുമാറ്റത്തിലുള്ള, വർത്തമാനത്തിലുള്ള, ഇടപാടുകളിലുള്ള ചെറിയ ചെറിയ തെറ്റുകൾ. ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ആളുകളോട് സ്നേഹത്തോടു കൂടി ഇടപഴകണം എന്നാണ്. പക്ഷെ നമ്മൾ മുസ്ലിമീങ്ങൾ വളരെ മോശം പലപ്പോഴും. ഒരാളെ മുഖം തെളിഞ്ഞ് ഇടപഴകുക എന്നുള്ളത് പോലും ഇബാദത്താണ് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, ഇല്ലേ? ഒരു സഹോദരനെ കണ്ട, ഒരു സഹപ്രവർത്തകനെ കണ്ട ഒന്ന് കണ്ട ഭാവം നടിക്കുക, ഒന്ന് പുഞ്ചിരിക്കുക, ഒന്ന് സലാം പറയുക, അടുത്താണെങ്കിൽ ഒന്ന് കൈ കൊടുക്കുക. ഇതൊക്കെ പരസ്പരം നമ്മൾ തന്നെ അവഗണിക്കലല്ലേ? കൈ കൊടുത്താളുടെ ഗുണം എന്താ? ഒരു ഷെയ്ക്കാൻ ചെയ്താൽ ഒരുപാട് കുറ്റങ്ങൾ അല്ലാഹ് അതിലൂടെ പുറത്തു വരുന്ന, അല്ലേ? നമ്മൾ പഠിച്ചതല്ലേ? പക്ഷെ അതിനൊക്കെ നമ്മൾ വീഴ്ചകൾ വരുത്തുകയാണ്. കൈ കൊടുക്കണമെങ്കിൽ മറ്റേ സംഘടനയാണ്, ഓനിപ്പോൾ അങ്ങനെ കൈ കൊടുക്കാൻ പറ്റില്ല. എൻ്റെ സംഘടനക്കാരനെ കാണണം, എനിക്ക് കൈ കൊടുക്കണമെങ്കിൽ. ഇത്തരത്തിൽ നമ്മൾ അധപ്പതിച്ചിരിക്കുകയാണ്. ചെറിയ വിഷയങ്ങളിൽ പോലും നമുക്ക് ഇസ്ലാമിൻ്റെ
ഇത്തരത്തിലുള്ള അധ്യാപനങ്ങൾ സ്വീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ വലിയ വിഷയത്തിൽ എങ്ങനെ കഴിയും? അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ആളുകളെ അവഗണിക്കൽ വലിയ തെറ്റാണ്. ആളുകളെ പരിഗണിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം പഠിച്ചിട്ടില്ല നമ്മൾ? എവിടുന്ന് കുട്ടികളെ കണ്ടാലും എന്താ മോനെ, എന്തൊക്കെ വർത്താനം? കുട്ടികളോട് വലിയ ഇഷ്ടമാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പഠിച്ചിട്ടില്ല നമ്മൾ? അദ്ദേഹം കുട്ടികളെ കണ്ടാൽ മോനെ ഈ ഉമറിന് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. ആരായി പറയുന്നത്? കുട്ടികളോട് പറയുക. അപ്പം ഇങ്ങനെ സ്നേഹത്തോടു കൂടിയുള്ള ഒരു ഇടപഴകലുകളും ഇത് നമ്മൾ ഉൾക്കൊള്ളണം. ഇനി നമ്മളുടെ ദോഷങ്ങൾ, എൻ്റെ അടുത്ത് കുറേ കുറ്റങ്ങളുണ്ട്. എൻ്റെ കുറ്റങ്ങൾ അത് ഞാൻ നിത്യമാക്കുകയും അത് എൻ്റെ മക്കൾ അതിനെ ശരിയാക്കുകയും ചെയ്താൽ അതിൻ്റെ കുറ്റമില്ല. പാപ്പ സുബൈക്ക് പള്ളിക്ക് പോലില്ല, പിന്നെ ഞാനായിട്ട് പോകണം? പാപ്പ ശീലാക്കിയിട്ടില്ല. പാപ്പ അങ്ങനെ ആയതുകൊണ്ട് ഞാനും അങ്ങനെ. പാപ്പ അയലോക്കക്കാരുടെ എന്നും ഭരിക്കനാണ്, ഞാനും അങ്ങനെ തന്നെ. എൻ്റെ പാപ്പാക്ക് വലിയ മുൻകോപ്പാ, ഞാനും അങ്ങനെ തന്നെ. ചില ആൾക്കാർ സ്വയം അഭിമാനത്തോട് കൂടി വരും. എനിക്കാണെങ്കിൽ വലിയ ദേഷ്യമാണ്. പല ആൾക്കാരും പറഞ്ഞിട്ടില്ലേ, എനിക്ക് വലിയ ദേഷ്യമാണ്. ഈ വലിയ ദേഷ്യം തിരുത്താനാണ് ഈ മുസ്ലിമാകണത്, മോമിനാകണത്, സൽസ്വഭാവിയാകാൻ. അതൊരു യോഗ്യതയൊന്നുമല്ല. വലിയ ദേഷ്യമുണ്ട്, മുൻകോപ്പുണ്ട് എന്നുള്ളത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇത് സൂറത്ത് യാസീനിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും, അവർ ചെയ്തതും അതിൻ്റെ പ്രതിഫലനങ്ങളും സ്വാധീനങ്ങളും അടയാളങ്ങളും അതും കൂടി നമ്മൾ എഴുതി വെക്കും. അപ്പം ഞാൻ ചെയ്ത ഒരു തിന്മ എന്നെ കണ്ടിട്ട് ആരൊക്കെ അനുധാവനം ചെയ്തുവോ, ആരൊക്കെ അതിൻ്റെ പിന്നാലെ പോയോ അതിൻ്റെ കുറ്റമുണ്ടാവും. അപ്പോൾ ജസാഉ സയ്യിഅത്തിൻ ബി മിസ്ലിഹ എന്ന് പറയുമ്പോൾ ഇതും കൂടി നമ്മൾ മനസ്സിലാക്കണം. വിദ്യാർത്ഥികളൊക്കെ അതിൽ വരും, വിദ്യാർത്ഥികളൊക്കെ അതിൽ വരും, തിന്മകളൊക്കെ അതിൽ വരും. എല്ലാവിധ തിന്മകളും വിദ്യാർത്ഥികളും. ഓൻ ചെയ്തു അതുകൊണ്ട് ഞാനും ചെയ്യണം, ഉസ്താദ് ചെയ്തു അതുകൊണ്ട് ഞാനും ചെയ്യണം. അങ്ങനെ അതൊരു ന്യായമല്ല. ഭൂരിപക്ഷം ആൾക്കാർ ചെയ്യണം, ഞാനും ചെയ്യണം, ഒന്നും തെളിവാവില്ല. ഇത് നമ്മൾ ഒറ്റക്കാണ് നമ്മളെ ഖബറിലേക്ക് പോകുക. ഒറ്റക്കാ വിചാരണ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സ്വർഗം നേടൽ ഒറ്റക്കായിരിക്കണം. ഒറ്റക്കാണ്. മറ്റ് നമ്മളെ സംഘടനയും സംവിധാനമൊക്കെ എന്തിനുള്ളതാണ്? അതിന് നമ്മളെ സഹായിക്കാനുള്ളതാണ് അതൊക്കെ. അപ്പോൾ ഇത് നമ്മൾ വളരെ ഗൗരവമായിട്ട് ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ്. വല്ലദീന കസബു സയ്യിആത്തി ജസാഉ സയ്യിഅത്തിൻ ബിമിസ്ലിഹ. തുല്യമായതാണ്. ഈ തുല്യമായതാണെന്ന് പറയുമ്പോൾ നമ്മുടെ തിന്മ മറ്റൊരാൾ നമ്മിൽ നിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അയാളുടെ ഒട്ടും കുറയാതെ നമുക്കുണ്ടാകും എന്നുകൂടി കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തർഹക്കുഹും റഹിക്ക യർഹക്കോ, പൊതിയ, മൂടുക എന്നൊക്കെ ഒക്കെ. ദില്ലത്തും വഷളത്തരം. ഈ വഷളത്തരം എന്ന് എന്തെല്ലാം പറഞ്ഞല്ലോ, മാനക്കേടാണത്. മാനക്കേട്. ആൾക്കാരടിയിൽ, കുടുംബക്കാരടിയിൽ, മക്കളടിയിൽ, മരുമക്കളടിയിൽ, പേരക്കുട്ടികളുടെ അടിയിൽ, നമ്മളെ ബഹുമാനിക്കുന്നതിൻ്റെ ഇടയിൽ, അവരുടെ അടിയിൽ നമ്മളിങ്ങോട്ട് വഷളാവുക എന്ന് പറഞ്ഞത് അത് സഹിക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ അതും കൂടിയാണ്. മാലഹും മിനല്ലാഹി, അവർക്ക് അള്ളാഹുവിങ്കൽ നിന്ന് മിൻ ആസിമിൻ, അള്ളാഹുവിൻ്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പിന്നെ ഒരു ആസിം ഉണ്ടാവില്ല. ആസിം എന്ന സംരക്ഷകൻ. വിസ്മത്തുൽ അംബിയ ഒക്കെ പറയില്ല, അംബിയാക്കന്മാരുടെ വിസ്മത്ത്, പാപ സുരക്ഷിതത്വം, പാപത്തിൽ നിന്നുള്ള രക്ഷമുക്തി. അങ്ങനെ നമ്മളെ അള്ളാഹുവിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, അള്ളാഹുവിൻ്റെ പിടുത്തത്തിൽ നിന്ന് നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. അന്നമ ഉഗ്ശിയത്ത് വുജൂഹുഹും, ഗശിയ ഹൽ അതാക ഹദീസുൽ ഗാശിയ. ഗശിയ എന്ന മൂടിന, ഉഗ്ശിയത്ത് മൂടപ്പെട്ടു. വുജൂഹുഹും അവരുടെ മുഖങ്ങൾ, വജുഹിൻ്റെ ബഹുവചനം, ഖിത്അൻ, ഖിത്അത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനം, ഒരു കഷ്ണം. മിനൽ ലൈലി, ഇരുട്ടിൽ നിന്ന്, മുസ്ലിമൻ, വളരെ ഇരുണ്ട അവസ്ഥയിൽ, രാത്രിയിൽ നിന്ന് വളരെ ഇരുണ്ട അവസ്ഥയിലുള്ളൊരു കഷ്ണം മുഖത്ത് പൊതിഞ്ഞതുപോലെ. മുഖം ഇരുണ്ടിരിക്കും, മുഖം കറുത്തിരിക്കും. ദുന്യാവിൽ തന്നെ നമ്മൾ സങ്കടവും വേദനയും ദുഃഖമൊക്കെ ഉള്ള ആൾക്കാരെ മുഖം കണ്ടാൽ അറിയണം, എന്താ എൻ്റെ മുഖം ആകപ്പാടെ കിട്ടി ഇരുണ്ട മാതിരി, എന്താ എൻ്റെ മുഖത്തിന് ആകപ്പാടൊരു മൂടൽ, ഇത് പരലോകത്ത് നേർക്കുനേരെ അങ്ങോട്ട് കാണും. ഇതൊക്കെ ഓതുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കറിയാലോ, 5 വർഷം, ഏകദേശം 6 വർഷത്തിനടുത്ത് അർക്കം ഇബ്നു അബിൽ അർക്കമിൻ്റെ വീട്ടിലാണ് സ്വകാര്യമായിട്ട്
കൂടിയിരുന്നത്. എന്താ? ശത്രുക്കളെ പേടിച്ചിട്ട്. അർക്കമുൻ അബുൽ അർക്കം, അത് ഇന്നും അർക്കം ദാറുൽ ബാബുൽ അർക്കം എന്നൊരു വാതിൽ ഹറമിൻ്റെ പരിസരത്ത് കാണാം. ഹറമിന് ഒരു വാതിലുണ്ട് അങ്ങനെ, ബാബു ഇസ്മായിലിൻ്റെ തൊട്ടപ്പുറത്ത്. അവിടെയായിരുന്നു ആ വീട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഫസ്ദഅ ലിമാ തുഅ്മർ വഅരിദ് അനിൽ മുശ്രിക്കീൻ എന്ന സൂക്തം ഇറങ്ങിയപ്പോൾ നിന്നോട് കൽപ്പിക്കപ്പെട്ടത് നീ പരസ്യമായി പ്രഖ്യാപിക്കണം, മുശ്രിക്കുകളെ അവഗണിക്കണം. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലിരിക്കല, പിന്നെ പുറത്തിറങ്ങാണ്. ആളുകളെ അവഗണിച്ചുകൊണ്ട് താങ്കളുടെ ദൗത്യവുമായി പുറത്തിറങ്ങുന്നത്. അള്ളാഹ് പറഞ്ഞത് കൽപ്പിച്ചത് സ്വീകരിക്കാൻ, അള്ളാഹ് കൽപ്പിച്ചത് അപ്പടി സ്വീകരിക്കും. പിന്നെ അതവിടെ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കല്ല. അപ്പോൾ ഖുർആൻ എന്തിനുള്ളതാ? യഥാർത്ഥത്തിൽ ഓതാനുള്ളതല്ല, പ്രവർത്തിക്കാനുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഫസ്ദഅ ലിമാ തുഅ്മർ എന്ന ആയത്ത് നിന്നോട് കൽപ്പിക്കപ്പെട്ടത് പരസ്യമായി പ്രഖ്യാപിക്കണം, കാഫ് മുശ്രിക്കുകളെ അവഗണിക്കണം എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വകാര്യമായി, നമ്മൾ ചെറുപ്പത്തിലേ പഠിക്കലാണ് ദാറുൽ അർഖമിലുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഗമം. അവിടുന്ന് പുറത്തിറങ്ങുക, എന്നിട്ട് പരസ്യ പ്രബോധനം തുടങ്ങുക. അപ്പോൾ ഖുർആനിലുള്ള ഓരോ ആയത്തും നമ്മൾ കേൾക്കുമ്പോൾ അത് എന്നോട് എന്ത് പറയുന്നു അത് നമ്മൾ ഉൾക്കൊള്ളണം. ഈ ആയത്ത് നമുക്ക് നൽകുന്ന സന്ദേശം എന്താ? നരകം അപകടകരമായിരിക്കും. അവിടെ ചെന്നിട്ട് അയ്യത്തടാ നരകത്തേക്കാൾ എന്നെ വിളിച്ചിരിക്കണം, ഇനിയിപ്പോൾ എന്താ കാട്ടെ, ആരോടാ പറയുക? ഇവിടുന്ന് അത് കാണണം, ഇവിടുന്ന് അത് മനസ്സിലാക്കണം. പിന്നെ വിചാരണയും ഫലപ്രഖ്യാപനവും മാത്രമേ ഉള്ളൂ പരലോകത്ത്. വിചാരണയും ഫലപ്രഖ്യാപനവും മാത്രമേ ഉള്ളൂ പരലോകത്ത്. ബാക്കിയൊക്കെ ദുനിയാവെന്ന് കാണണം. അപ്പം അതുകൊണ്ട് നരകം എന്നതിൻ്റെ ഭീകരത, അതിൻ്റെ ഭീമത്സത, അതിൻ്റെ ഭയാനകത ദുനിയാവിൽ നിന്ന് കണ്ടിട്ട് നരകത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ആയത്ത് കേൾക്കുമ്പോൾ അതിനെന്താണ് കാരണമാകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ തിരുത്തിയിട്ട് ബാക്കി അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ട് ദുആ ചെയ്തുകൊണ്ട് നരകത്തിൽ നിന്നുള്ള മുക്തി നമ്മൾ ഇവിടുന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഖുർആൻ ഓതിയാൽ നമുക്കത് മനസ്സിലാവും. ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് ഇന്ന വിഷയമാണ് പറയണത്. നമുക്ക് എന്തായാലും മനസ്സിലാവും. ഉലായിക സുഹാബുന്നാർ, കണ്ട ഒരു നരകത്തിൻ്റെ ആൾക്കാരാണ്. ഉലായിക സുഹാബുന്നാർ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ആയത്തിൽ ഉലായിക സുഹാബുൽ ജന്ന. ഇവിടെ അതിൻ്റെ നേരെ ഇതില്ല, അവരാ നരകക്കാരാണ്. ഈ നരകക്കാരാണ് എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ഒരു ചിന്തയും കാഴ്ചപ്പാടും ഒരു ബോധവും അവിടെ ഒരു ആലോചന ഇല്ലാതെ അടുത്ത ആയത്ത് ഓതുന്നത് എന്തിനാ? ഇതൊന്നും അള്ളാഹിനോട് പറഞ്ഞൂടെ നമുക്ക്? അള്ളാഹ് നരകക്കാർ പെടുത്തല്ലേ കേട്ടോ. വിനയത്തോടു കൂടി അള്ളാഹിനോട് പറയണം. പറയണത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. എത്ര വട്ടം പറയണോ അത്രയും അള്ളാഹ്ക്ക് ഇഷ്ടമായിരിക്കും. ഹും ഫീഹ ഖാലിദൂൻ. അതും കൂടി ഒന്ന് ആലോചിച്ച് നോക്കാൻ. ഹും ഫീഹ ഖാലിദൂൻ, നിത്യവാസികളാണ്. സ്വർഗത്തിൽ നിത്യവാസമായതുപോലെ ഈ നിത്യവാസം എന്ന് വേദനയിൽ നിത്യത. നമുക്കിപ്പോൾ രോഗം വന്നാലും നമ്മളെ പ്രതീക്ഷ എന്താ? ആശുപത്രിയിൽ പോകാം, ഡോക്ടർ ചികിത്സിക്കും, മരുന്ന് തരും, മാറും. ഇതല്ലേ നമ്മളെ പ്രതീക്ഷ. മാറൂല വെച്ചാലോ അയാളെ നിരാശ പിന്നെ പറയണ്ട. മാറാത്ത രോഗമാണ്, ഇനി ഒരു രക്ഷയുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞാൽ ആ മനുഷ്യന് പിന്നെ ദുനിയാവിൽ വലിയ ആഗ്രഹങ്ങളും ഉണ്ടോ? ദുനിയാവിൽ വലിയ ഇഷ്ടങ്ങളും ഉണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ അതിനങ്ങോട്ട് അവസാനിക്കുകയല്ലേ ചെയ്യുക. എന്നാൽ അവസാനം ഒരു പ്രതീക്ഷ പിന്നെയുള്ളത് മരിക്കുമല്ലോ എന്നാണ്. അതോടുകൂടി തീരുമല്ലോ. ഇവിടെ സുമ്മ ലാ യമൂതു ഫീഹ വലാ യഹ്യ, മരണമല്ല എന്നാൽ ജീവിതമുണ്ടോ? അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, നരകമെന്ന് പറയുന്ന ഭയങ്കരമായ അവസ്ഥ ദുനിയാവിൽ നിന്ന് ഖുർആനിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് അതിൽ നിന്ന് ഒഴിവാക്കി തരാൻ ആവശ്യപ്പെട്ട് അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മളിവിടെ ചെയ്യണം. അതിന് നമ്മളടുത്ത് വലിയ അമലൊന്നും ഇല്ലല്ലോ. എത്ര നമ്മൾ വലിയ പ്രവർത്തകരാണ്, നമ്മൾ വലിയ ആൾക്കാരാന്ന് പറഞ്ഞാലും എന്താ നമ്മളടുത്തുള്ളത്? ബദർ യുദ്ധത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ബദരീങ്ങളുടെ അമലിൻ്റെ ഒരംശമുണ്ട് നമ്മളടുത്ത്. ഖന്തക്ക് യുദ്ധം, പട്ടിണി കിടന്നിട്ട് മദീനയിൽ ആ പാറക്കെട്ട് കീറട 5 മീറ്റർ വീതിയിൽ 3 മീറ്റർ ആഴത്തിൽ. ആ മദീനയിലും മക്കത്തെയൊക്കെ പാറക്കെട്ട് കണ്ടവർക്ക് അറിയാമല്ലോ എന്താ അവിടുത്തെ കീറണമെങ്കിൽ. 10 ആൾ വെച്ചിട്ട് 10 മുഴം കീറുകയാണ്. അങ്ങനെയുണ്ട്.
എന്തിനാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അനുസരിക്കുക, ഇസ്ലാമിൻ്റെ ഭാഗത്തെ സംരക്ഷിക്കുക. പ്രിയമുള്ളവർ, ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അടുക്കലുള്ള ചെറിയ ചെറിയ നന്മകൾ വർദ്ധിപ്പിച്ച്, അതൊന്ന് പുഞ്ചിരിച്ചിട്ടായാലും ഒന്ന് കൈ കൊടുത്തിട്ടാണെങ്കിലും, ചെറുതും വലുതും ഒക്കെ ഇപ്പോൾ റമളാൻ മാസമാണ്, ഇബാദത്തുകളിൽ ഒരുപാട് മുഴുകാൻ പറ്റിയ സമയമാണ്. ഇതൊക്കെ ചെയ്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നാണ് ഞാൻ വീണ്ടും 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 എൻ്റെ സഹോദരന്മാരോട് ഉണർത്തുന്നത്. ഒന്നുകൂടെ അർത്ഥം വന്ന് അവസാനിപ്പിക്കാം. വല്ലദീന കസബു സയ്യിആത്തി, തെറ്റ് സമ്പാദിക്കുന്നവർ, തിന്മ സമ്പാദിക്കുന്നവർ, ജസാഉ സയ്യിഅത്തിൻ ബിമിസ്ലിഹ, അതിനുള്ള പ്രതിഫലം അതുപോലെയുള്ള തിന്മ തന്നെയായിരിക്കും, അഥവാ ശിക്ഷയായിരിക്കും. വതർഹഖുഹും ദില്ലത്തുൻ, അവരെ മാനക്കേട് പിടികൂടും. മാലഹും മിനല്ലാഹി മിൻ ആസിം, അള്ളാഹുവിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ ആരുമുണ്ടാവുകയില്ല. കഅന്നമാ ഉഗ്ശിയത് വുജൂഹുഹും, അവരുടെ മുഖം പൊതിയപ്പെട്ടതുപോലിരിക്കും. ഖിത്അൻ മിനൽ ലൈലി മുദ്ലിമ, രാത്രിയുടെ ഇരുണ്ട ഒരു കഷ്ണം. ഉലൈക സുഹാബുന്നാർ, അവർ നരകക്കാരത്രേ. ഹും ഫിഹാ ഖാലിദൂൻ, അവരവിടെ നിത്യവും താമസിക്കുന്നവരാണ്. അല്ലാഹ് നരകക്കാരിൽ പെടുത്തല്ല രക്ഷിതാവേ. സ്വർഗത്തിൻ്റെ ഏതെങ്കിലും ഒരു കവാടത്തിലൂടെ ഞങ്ങൾ റമളാൻ നോമ്പ് നോൽക്കുന്നത് റയ്യാനിലൂടെ വിളിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. നമസ്കാരത്തിൻ്റെ കവാടമുണ്ട്, സക്കാത്തിൻ്റെ കവാടമുണ്ട്, ഹജ്ജിൻ്റെ കവാടമുണ്ട്, സദക്കയുടെ കവാടമുണ്ട്, റയ്യാൻ എന്ന കവാടമുണ്ട്. നാഥ, ഏതെങ്കിലും ഒരു കവാടത്തിലൂടെ ഞങ്ങളെയും ഈ സ്വർഗത്തിലേക്ക് വിളിക്കുമാറാകണം. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الحمد لله رب العالمين.